ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചക്ക ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആണ്, അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാൻ തീർക്കണ്ടല്ലോ. സോ എന്തായാലും ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ കാണിച്ചു. ആക്ഷൻ. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത്. അങ്ങനെ ചക്ക നമ്മളിതാ കൂടിനകത്തുനിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നല്ല വിളഞ്ഞ ചക്കയായിരുന്നു കേട്ടോ. ഇനി നമ്മളിതിന് കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലോട്ട് കിടക്കണം കേട്ടോ. ചക്ക വെട്ടാൻ പോകുന്നത് ഗൈസ്. ഷെഫ് ഗൈസ് കുറെ നേരം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ചക്ക അടർന്നു വരുന്നില്ല ഗൈസ്. ഒരു ചക്കയെ എങ്ങനെ കൊല്ലാം എന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ ക്രൂരമായി വെട്ടി മുറിച്ച് കൊല്ലുകയാണ്. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചക്ക ഉണ്ടാക്കുന്നത് എനിക്കറിയത്തില്ല. കുറെ നേരമായിട്ട് ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ബാക്കി ഞാൻ കാണിക്കാം കേട്ടോ. കണ്ടില്ലേ, അതിനകത്ത് പെട്ടുപോയി. ഇത് കണ്ടോ, ഇതിനകത്ത് എടുക്കാൻ പറ്റുന്നില്ല. ഇത് നമ്മൾ വേറെ ആയുധങ്ങൾ യൂസ് ചെയ്യുന്നു. അതിനൊരു പണിയുണ്ട്. നോക്ക്, ഇതിനകത്ത് സ്റ്റക്കായിട്ടിരിക്കും. ഇതൊന്നും ചെയ്യാൻ പറ്റൂല. കണ്ടോ ചക്ക ചെയ്യാൻ പറ്റും. അമ്മ ചുറ്റി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് ഇത് അത്യാവശ്യം നല്ല ലോങ് പ്രോസസ്സായിരുന്നു. നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് ഇതൊന്നും ഇങ്ങനെ ഒന്ന് വേർതിരിച്ചെടുക്കാനേ അവസാനം ചുറ്റിക വരെ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. കാരണം വാക്കത്തി ഉപയോഗിച്ച് വാക്കത്തി അതിനകത്ത് സ്റ്റക്കായിപ്പോയി. അങ്ങനെ അവസാനം ചുറ്റിക ഉപയോഗിച്ചിട്ടാണ് അതൊന്ന് വെട്ടി പോന്നെടുത്തത് കേട്ടോ. ഭയങ്കര കഷ്ടപ്പാടായിരുന്നേ. എന്തായാലും നമ്മൾ അതിനകത്തൊന്ന് കഷ്ടപ്പെട്ട് എടുത്തിട്ടുണ്ട്. കുറെ നേരത്തെ പരിശ്രമം കൊണ്ട് ചക്ക റെഡിയായിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളെ പണിസാധനങ്ങളാ രാജാവേ. ഇത്രയും പണിയായുധങ്ങൾ നമുക്ക് ആവശ്യമായി കേട്ടോ. ഇത് ആൻഡ് ചുറ്റിക. ഇനി നമുക്ക് ഒരു ചെറിയ പ്രോസസ്സാണ്. ഇതിന്റെ ചകിണി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. ഈ അരക്ക് പോകാൻ വേണ്ടി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമുക്ക് മണ്ണെണ്ണ യൂസ് ചെയ്യാം. നമുക്ക് മണ്ണെണ്ണ ഇല്ലാത്തത് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. കാരണം ഇത് പറ്റത്തില്ല, പെട്ടെന്ന് പോകും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുഞ്ഞിനെ കട്ട് ചെയ്തെടുക്കാം. ഇത് മൊത്തം അമ്മയാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്കിതൊന്നും ഇങ്ങനെ അരിയാനൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഫുൾ അമ്മയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാനത് തിന്ന് സഹായിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ട് നമുക്ക് ഇല കണ്ടിക്കാൻ വേണ്ടി അപ്പുറത്തെ വീട്ടിലെ പറമ്പിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊരു മാവുണ്ട്. ഡെയിലി അതിലെ മാങ്ങ എണ്ണുന്നതാണ് നമ്മുടെ സ്ഥിരം ജോലി. അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കാണുന്നതാണ് എൻ്റെ നമ്മുടെ തൊട്ട് താഴോട്ടൊരു വഴിയുണ്ട് കേട്ടോ. അവിടെയാണ് നമ്മൾ ഈ വാഴ മുറിക്കാൻ പോകുന്നത്. ഇത് വല്ലോറ പറമ്പിലാണ്. അങ്ങനെ നമ്മുടെ വാഴ മുറിച്ചിട്ടുണ്ട്. ഈ വാഴ മുറിക്കുന്നത് നമ്മൾ ഇത് അടച്ചു വെക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കണം. അപ്പോൾ ഉപ്പും ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതിനെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വാഴയില വെച്ച് അടച്ചിട്ടിട്ടാണ് നമ്മൾ വേവിച്ച് വെക്കുന്നത്. വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ തേങ്ങ തിന്നണം. ഈ സാധനങ്ങളെല്ലാം വെച്ചിട്ട് നമുക്കിനി അരച്ചെടുക്കാം. ഇതിൽ ആക്ച്വലി അമ്മിയിൽ അരിക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് വരിക കേട്ടോ. അത് ഏതിനായാലും നമ്മളിവിടെ പല ചമ്മന്തി അരയ്ക്കുന്നത് അമ്മിയിലാണ് കേട്ടോ. കാരണം അമ്മിക്കല്ല് അരയ്ക്കുമ്പോഴേ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ മിക്സിയിട്ട് അടിക്കുമ്പോൾ അത്രയും അങ്ങോട്ടൊരു ടേസ്റ്റ് വരത്തില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടി നമ്മളൊരു മീൻ കൂടെ പൊരിച്ചിട്ട് എന്നിട്ട് നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചെടുക്കാം. സൈഡുകൾ ഉണ്ടാക്കാം. ഇത് നമ്മൾ ചക്കയുടെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു സൈഡ് ചമ്മന്തി ഉണ്ടാക്കിയ കേട്ടോ. രാവിലത്തെ ചമ്മന്തിയും തൈര് കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. കുറക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മളൊരു കാപ്പിയും കൂടെ ഉണ്ടാക്കിയത്. അപ്പം ഇത്രയും നേരത്തെ കഷ്ടപ്പാടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനൊന്ന് കഴിച്ച് കണ്ടാൽ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. നമ്മുടെ വീട്ടിൽ ചക്കയിലപ്പം വല്ലപ്പോഴുമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിനോടുള്ള കൊതി ഭയങ്കരമാണ് കേട്ടോ. അപ്പം നല്ല ചക്കയും ചമ്മന്തിയും അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഇപ്പം ഞാൻ കഴിച്ചാണ്. കുറച്ച് ചക്ക എടുക്കും, പിന്നെ കുറച്ച് ചമ്മന്തിയിൽ ഇങ്ങനെ മുക്കുക, പിന്നെ കുറച്ച് അച്ചാറ്. നമ്മൾ വീഡിയോ ഓണല്ലായിരുന്നു.
അപ്പോൾ ഇനി എന്തായാലും ഞാൻ പോയി കഴിക്കട്ടെ. വീഡിയോ എന്തായാലും ഓൺ അല്ലായിരുന്നു കേട്ടോ. ആ സത്യം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. കാരണം ഞാൻ കുറേ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ബൈ ഗൈസ്.